ഡോക്ടർ, നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് തൈറോയ്ഡ് ഉണ്ട്, എനിക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് പറയും. ആര് വന്നാലും നമുക്ക് തൈറോയിഡിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നത് തൈറോയ്ഡ് ഉണ്ടെന്നായിരിക്കും. ആക്ച്വലി തൈറോയ്ഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ തൈറോയ്ഡ് ഒരു പ്രശ്നക്കാരനായി മാറുന്നത്, അല്ലെങ്കിൽ തൈറോയ്ഡിന് പ്രശ്നമുണ്ട് എന്ന് നമ്മൾ എപ്പോഴായിരിക്കും അറിയാം? ഓക്കെ, സോ ഇദ്ദേഹം പറഞ്ഞ പോലെ ജനറൽ പബ്ലിക്കിന് എല്ലാവർക്കും ഒരു തൈറോയിഡിൻ്റെ ഇഷ്യൂ വരുമ്പോൾ അവർ പറയുന്നത് എനിക്ക് തൈറോയ്ഡ് ഉണ്ട്. തൈറോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ മുൻവശത്ത് ഉള്ള ഒരു ഗ്ലാൻഡാണ്, ഒരു ഓർഗനാണ്. അത് ശരീരത്തെ വേറെ ഏതെങ്കിലും ഒരു ഓർഗനെ പോലെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അത് നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ലൈക്ക് ഹാർട്ട്, ലിവർ, കിഡ്നി, അതേപോലെ തൈറോയ്ഡ് ഗ്ലാൻഡും എല്ലാവർക്കും ഉണ്ട്. അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡിൽ വരുന്ന പ്രശ്നങ്ങളെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴാണ് ആ പ്രശ്നങ്ങളെയാണ് പബ്ലിക് തൈറോയ്ഡ് ഉണ്ട് എന്ന് പറയുന്നത്. ആ പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പോഴാണ് അതിന്റെ തൈറോയിഡിന്റെ സൊല്യൂഷൻ വരിക. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് തൈറോയ്ഡ് കൂടിയാലും പ്രശ്നമാണ്, തൈറോയ്ഡ് കുറഞ്ഞാലും പ്രശ്നമാണ്. ഈ രണ്ട് പ്രോബ്ലംസും നമ്മുടെ ബോഡീനെ എങ്ങനെ എഫക്ട് ചെയ്യും? ബാക്കിയുള്ള ഓർഗൻസിനെ ആണെങ്കിലും അല്ലെങ്കിൽ ബോഡിയുടെ ബാക്കിയുള്ള മെക്കാനിസത്തേക്കാണെങ്കിലും. ഓക്കെ, അപ്പം തൈറോയിഡ് ഹോർമോൺ ഇഷ്യൂസ്. അപ്പോൾ തൈറോയിഡിൽ വരുന്ന ഹോർമോൺ ഇഷ്യൂസിനെ നമ്മൾ ബേസിക്കലി 2 കാറ്റഗറി ആയിട്ടാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ മെയിൻ ഹോർമോൺ ലെവൽസിൻ്റെ കൂടുതൽ, ഹോർമോൺ ഓവർ പ്രൊഡക്ഷൻ, അതിനെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് പറയുക. ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറവ്, അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുക. അപ്പം മോസ്റ്റ് കോമൺ ഹൈപ്പർ ആണോ കൂടുതൽ, ഹൈപ്പോ ആണോ കൂടുതൽ എന്ന് വെച്ചാൽ ജനറലി ഹൈപ്പോ ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോണിൻ്റെ കുറവാണ് ജനറലി കൂടുതൽ കാണുന്ന ഒരു പ്രോബ്ലം. അത് ടീനേജ് ലെവൽ ഗേൾസിൽ കാണാം, കുട്ടികളിൽ കാണാം, അഡൽട്സിൽ കാണാം, മുതിർന്ന വ്യക്തികളിൽ കാണാം. അപ്പം ഈ ഹോർമോൺ നമുക്ക് ശരീരത്തിൻ്റെ എനർജി ഹോർമോൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ഹോർമോൺ ഉണ്ടെങ്കിലേ ഓരോ സെൽസും കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹോർമോൺ ഇല്ലെങ്കിൽ ആ സെൽസിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് കുറയും. പ്രവർത്തനം കുറയുന്നതനുസരിച്ച് നമ്മൾ ലേസി ആയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ക്ഷീണം, ഒരു കാരണവുമില്ലാതെ ക്ഷീണം, ഉറക്കം വരിക. ഫുള്ളി പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാവില്ല പബ്ലിക്കിന് എന്താ സംഭവിക്കുന്നത്. ബട്ട് ഈ ഹോർമോണിൻ്റെ കുറവായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പം ക്ഷീണം, ലേസിനെസ്, ശരീരഭാരം പതുക്കെ പതുക്കെ കൂടി വരിക, സ്കിൻ ഡ്രൈ ആവുക, മുടി കൊഴിഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇതിൻ്റെ ഇനീഷ്യൽ ഫേസസിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുക. പിന്നെ സ്ലോലി നമുക്കിങ്ങനെ വരുമ്പോഴേക്കും വയറ്റിൽ നിന്ന് പോവാൻ, ബിക്കോസ് ഗട്ടിൻ്റെ ഫങ്ഷനും കുറയും. അപ്പോൾ വയറ്റിൽ നിന്ന് പോവാൻ ബുദ്ധിമുട്ടായി വരും, മെൻ്റൽ ഫോഗിങ് വരും. കാലക്രമേണ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് വരെ ഇത് ബാധിച്ചു തുടങ്ങും. ഇതാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു കാരണം. എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം നമുക്കിങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലും വണ്ണം കൂടി വരികയാണ്. അതേപോലെ നേരെ ഓപ്പോസിറ്റ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഈ ഹോർമോണിൻ്റെ അളവ് നമുക്ക് കൂടിയായിരിക്കുന്നത്. ഹോർമോണിൻ്റെ അളവ് കൂടിയിരിക്കുമ്പോൾ നേരെ തിരിച്ചാണ്, നമുക്ക് എപ്പോഴും ആൻസൈറ്റിയാണ്. ആൻസൈറ്റി എപ്പോഴും പരവശമാണ്. നമ്മുടെ ബ്രെയിനിന് ഒരുപാട് സ്റ്റിമുലേഷൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ആൻസൈറ്റി ആയിരിക്കും. നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കര പടപടേന്ന് അടിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക, കൈക്ക് വിറയലുണ്ടാവുക ചെയ്യുക. അപ്പോൾ നമുക്ക് സ്വെറ്റിംഗ് ആയിരിക്കും, എന്നിട്ട് ഇതെല്ലാം നമ്മളിങ്ങനെ ഓവർ ഫങ്ഷനിങ് ആയതുകൊണ്ട് നമ്മുടെ ശരീരഭാരവും കുറഞ്ഞു വരിക ചെയ്യുക. സോ ഫീമെയിൽസിലാണെങ്കിൽ, ഫീമെയിൽസ് നമ്മൾ പ്രത്യേകം എടുക്കുകയാണെങ്കിൽ അവർക്ക് മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസ് കൂടി വരും. ഇതാണ് ഹോർമോൺ കൂടുതലിൻ്റെയും കുറവിൻ്റെയും ഒരു ബേസിക് സമ്മറി. ഈ യൂഷ്വലി തൈറോയ്ഡ് വന്നിട്ട് നമ്മൾ മെഡിസിൻ കഴിക്കുന്നു. മെഡിസിൻ കഴിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കോമൺ കംപ്ലൈന്റ് എന്ന് പറയുന്നത് എത്ര മരുന്ന് കഴിച്ചിട്ടും ഇതങ്ങോട്ട് മാറുന്നില്ല. ഇപ്പം ഇതിനൊരു കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള സംഭവം ഇല്ല. അപ്പം ഈ തൈറോയ്ഡ് ഹോർമോൺ ഇഷ്യൂസ് നമ്മൾ എന്തുകൊണ്ട് വന്നു എന്ന് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ക്യൂറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. സോ വെരി റെയർലി ചില വൈറൽ പനിക്ക് ശേഷം ടെമ്പററി ആയിട്ട് തൈറോയിഡിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടാവും. ടെമ്പററി ആയിട്ട് ഒരു വൈറൽ പനി വന്നു, കുറച്ച് ദിവസത്തേക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ട്. അതൊക്കെ ആ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ഗുളിക കഴിച്ചാൽ മാറുന്നതാണ്. ഇല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ആ സമയത്തെ സ്ട്രെസ്സ് കാരണം വരുന്ന മാറ്റമാണെങ്കിൽ ആ സമയത്ത് ഗുളിക കഴിച്ച് നമുക്ക് മാറുന്നതാണ്. ഇതൊക്കെ ടെമ്പററി ആയിട്ട് ഗുളിക കഴിച്ച് നമുക്ക് ക്യൂർ ആയി എന്ന് പറയുന്ന ഒരു പ്രോബ്ലംസ് ആണ്. പക്ഷേ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെ ചേഞ്ച് കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇത് യൂഷ്വലി ലൈഫ് ലോങ് പ്രോബ്ലമാണ്. അപ്പം ഇതിനൊരു പെർമനൻറ്റ് ക്യൂർ എന്നൊരു സാധനം ഇല്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോബ്ലം കാരണം തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചേഞ്ചസിനെ കറക്റ്റ് ചെയ്യുക എന്നാണ്. ഈ കറക്റ്റ് ചെയ്യുമ്പോഴേക്കും ബോഡി ബാലൻസ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും. അതിനെ അങ്ങനെ കൊണ്ടുപോകുക എന്നാണ്. ഈ ലൈഫിന്റെ ഓരോ സ്റ്റേജസ് പറയുമ്പോൾ ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ സ്പെഷ്യലി ലൈഫിന്റെ മേജർ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജ് ആണ് ഒരു അമ്മയാവാൻ പ്ലാൻ ചെയ്യാന്ന് പറയുന്നത്.
ആ ഒരു സ്റ്റേജിൽ നമുക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് അറിയുമ്പോൾ അത് അമ്മേനെയും കുഞ്ഞിനെയൊക്കെ എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുക? So it's a very important and relevant question actually. ഒരു ലേഡി അവരെ കൺസീവ് ചെയ്തു എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ബേസിക് ഒരു സെറ്റ് ഓഫ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും എല്ലാവർക്കും. ദിസ് എ സ്റ്റാൻഡേർഡ്. അതിൽ തൈറോയ്ഡ് ഒരു ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ടെസ്റ്റിന് നമുക്കൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. ഈ ടെസ്റ്റ് ഒരു കൺസീവായ ലേഡിക്ക് തൈറോയ്ഡ് ഹോർമോൺ റിസൾട്ട്സ് നോർമൽ ആയിരിക്കണം. അത് നോർമൽ അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് അതിനെ ചികിത്സിക്കാനുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാർ ചെയ്യുക. ബിക്കോസ് ഇതിനെ കറക്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിലും അത് ജനിക്കുന്ന കുഞ്ഞിന് ഇല്ലെങ്കിൽ കൺസീവ് ആയിരിക്കുന്ന കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതാണ്. മോസ്റ്റ്ലി അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയാണ് ബാധിക്കുന്നത്. ബിക്കോസ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ പ്രഗ്നൻസിൻ്റെ ആദ്യത്തെ 3 മാസത്തിലാണ് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഓർഗൻ ഡെവലപ്മെൻറ്റും നടക്കുക. അപ്പം ആ സമയത്ത് ഈ ഹോർമോണിൻ്റെ അളവ് ശരിയല്ലെങ്കിൽ ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുക ചെയ്യുക. അപ്പം ബേബി മെൻ്റലി റിട്ടാർഡഡ് ആയിട്ട് ജനിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് യു ഹാവ് ടു കറക്റ്റ് അതിനെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കുന്നത് നിർബന്ധമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കാണാറും കേൾക്കാറുള്ളതാണ് ഓരോ ഏജ് ഗ്രൂപ്പ് എത്തുന്ന സമയത്ത് ഇന്ന ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസീസിലേക്ക് പ്രോൺ ആണോ അല്ലേ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത്. അതുപോലെ നമുക്ക് ഈ തൈറോയിഡിന് അങ്ങനെ ഒരു ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ളത് കൊണ്ട് തീർച്ചയായും വരും. അതുകൊണ്ട് ഈ ഒരു ഏജിൽ തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ടെസ്റ്റ് എടുത്തോളൂ, അങ്ങനെ എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാറുണ്ട്? തൈറോയിഡിനെ നമുക്ക് സ്ക്രീൻ ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കാനും ഇറ്റ് ഈസ് നോട്ട് എ ക്യാൻസർ. അപ്പോൾ ക്യാൻസർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ക്യൂർ ചെയ്യണമെന്നാണ്. തൈറോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഈ സിറ്റുവേഷന് നമ്മൾ റിസ്ക് ഫാക്ടർ അനുസരിച്ചിട്ടാണ് ഓരോ ആൾക്കാർക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുക. അതിൽ മേജറായിട്ട് ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഏർലി ആയിട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് ഈ അവയർനെസ് കിട്ടും ദാറ്റ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ട്. രണ്ടാമത്തത് ലക്ഷണങ്ങളുള്ള ആൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങൾ, ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയോ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയോ ലക്ഷണങ്ങളുള്ള ആൾക്കാർ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്സായി പോവുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലായിരിക്കും. ഇല്ലെങ്കിൽ വേറെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഫോർ എക്സാമ്പിൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസോ വേറെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും വേറെ ഡിസീസായിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് തൈറോയിഡിൻ്റെ ഒരു ബേസ് ലൈൻ സ്ക്രീനിങ് ആവശ്യമാണ് മുതിർന്ന വ്യക്തികൾക്ക്. ഓർ പ്രഗ്നൻസി ടൈം, ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻസി ടൈം. അപ്പം ഈ വിധ കാറ്റഗറിയിലൊക്കെ നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഒരു ഐഡിയൽ ഏജ് ഗ്രൂപ്പ് നമുക്ക് ഈ പ്രായം കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ഒന്നും ഇതുവരെയ്ക്കും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. റിസ്ക് ഫാക്ടർ വെച്ചിട്ട് നമുക്ക് അതാത് ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാവുന്നതാണ്. യൂഷ്വലി തൈറോയിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ ലേഡീസിനെ ആയിരിക്കും, വിമനാണ്. പക്ഷെ മെന്നിലും നമുക്ക് തൈറോയിഡിന്റെ ഇഷ്യൂസ് കാണാറുള്ളതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ സ്റ്റേജിൽ നിൽക്കുന്നത് ഏത് കാറ്റഗറിയാണ്? ഓക്കെ, സോ ഈ തൈറോയിഡ് ഹോർമോൺ പ്രശ്നങ്ങൾ ലേഡീസിലും വരാം, ജെൻസിലും വരാം. അപ്പം ഈ ഹോർമോൺ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ മെയിൽസിലും ഫീമെയിൽസിലും സെയിം ആണ്. എന്നുവെച്ചാൽ ഇതേ പ്രോബ്ലംസ് ആണ് കണ്ടുവരിക. എക്സ്ട്രാ ആയിട്ട് ഫീമെയിൽസിലും മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാരണങ്ങളും എല്ലാം മെയിൽസും ഫീമെയിൽസിലും സെയിം ആണ്. പക്ഷേ ഇതിൽ വേറെ ഒരു കാറ്റഗറി കൂടിയുണ്ട്. എന്നുവെച്ചാൽ തൈറോയിഡിൽ വരുന്ന മുഴകൾ. ആ മുഴകൾ ഫീമെയിൽസിലും മെയിൽസിലും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുഴകൾ പുരുഷന്മാരിൽ കാണുന്ന മുഴകൾ പൊതുവെ സ്ത്രീകളിൽ കാണുന്നതിനെയും കാട്ടി കുഴപ്പക്കാരനായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ കാറ്റഗറി ഓഫ് ഡിസീസ് തൈറോയിഡിൽ വരുന്ന മുഴകൾ പുരുഷന്മാരിൽ വരികയാണെങ്കിലും അതിനെ ഗൗരവത്തോടെ എടുക്കണം. അതിനെ നമുക്ക് സ്ത്രീകൾക്ക് കാണുന്നതിന് ചിലപ്പം സാധാ മുഴയായിരിക്കും, ജസ്റ്റ് ഒരു വീർമത മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ പുരുഷന്മാരിലാണെങ്കിൽ ഇത് ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള സാധ്യത സ്ത്രീകൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായതുകൊണ്ട് അതിനെ ഗൗരവത്തിലെടുത്ത് അതിന് ടെസ്റ്റുകൾ ചെയ്ത് അതിന് ചികിത്സ കൊടുക്കണമെന്നാണ്. ഈ ഹൈപ്പോ അല്ലാണ്ട് ഇപ്പൊ ഈ മുഴകളെ കുറിച്ച് പറയുമ്പോൾ ഈ മുഴകൾ വരുന്നു അല്ലെങ്കിൽ വന്നു എന്നുള്ളതിന്റെ നമുക്ക് ഏർലി സിംറ്റംസോ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഇറിറ്റേഷൻസ് ഒക്കെ എന്തൊക്കെയായിരിക്കും? അതാണ് നമ്മളെ ഒരു ഐറണി എന്ന് വെച്ചാൽ തൈറോയിഡിൽ മുഴയോ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് മുഴ വന്നു കഴിഞ്ഞാൽ പൊതുവെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ അറിയുന്നില്ല. ബിക്കോസ് ആ ഓർഗൻ, ആ തൈറോയിഡിൽ വരുന്ന മുഴകൾ ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ ചെറുതായിരിക്കുന്നതാണ്. നമ്മൾ അതൊരു നോർമലായിട്ടുള്ള പ്രശ്നമായിട്ടാണ് എല്ലാവരും കാണുക. അപ്പോൾ അതൊരു മുഴയായിട്ടോ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടോ മാറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയുള്ളൂ. അതിൽ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് പ്രശ്നം കഴുത്തിൻ്റെ മുൻവശത്ത് ഒരു സ്വെല്ലിംഗ് ആയിട്ട് നിൽക്കുക എന്നാണ്. ഇതാണ് എല്ലാവരും കണ്ടുവരുന്നത്. രണ്ടാമത്തത് ആ മുഴയിൽ വേദന വരിക. മൂന്നാമത്തത് ഈ മുഴയുടെ
വലിപ്പം കാരണം നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതിനെ കംപ്രസീവ് സിംറ്റംസ് എന്ന് പറയാം. കംപ്രഷൻ കാരണം വരുന്നത് എന്താ വെച്ചാൽ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശബ്ദത്തിൽ ചെറുതായിട്ട് വ്യത്യാസം വന്നു തുടങ്ങുക, ചുമ വരിക. ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും മുൻവശത്ത് ഒരു മൊഴയുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ദാറ്റ് ദർ ഈസ് എ പ്രോബ്ലം, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അപ്പോഴാണ് ജനറലി എല്ലാവരും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നത്. അല്ലാതെ ഇനീഷ്യൽ സ്റ്റേജിൽ ചെറുതായിട്ട് കൊഴുപ്പായിരിക്കും എന്നനുസരിച്ച് യൂഷ്വലി എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നതാണ്. ഈ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ട് വീട്ടിലൊക്കെ ഡിസ്കഷൻ വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ക്യാബേജ് കഴിക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ മീനുകൾ കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ തൈറോയിഡിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, സോ ജനറൽ പബ്ലിക്കിൽ നമുക്ക് ഒരുപാട് തൈറോയിഡിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡിനെ കുറിച്ച് ഒരുപാട് ചർച്ചയാണ് നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് ചർച്ച. സോ സ്റ്റാൻഡേർഡ് എന്താണ്, സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ തൈറോയിഡിന് ഒരു ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊരു ഫുഡ് നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഈ ഫുഡ് കഴിക്കാൻ പാടില്ല. സോ ഇപ്പം ക്യാബേജിനെ എടുക്കാം. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി ഇതെല്ലാം വേവിച്ച് നോർമലായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇതൊന്നും തൈറോയിഡിന് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ പോണില്ല. ബിക്കോസ് കുക്ക് ചെയ്ത് നോർമൽ ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു രീതിക്കും തൈറോയിഡിന് ഒരു ഇഷ്യൂ ഉണ്ടാക്കണില്ല. ബിക്കോസ് ഈ റോ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിലുള്ള ചില കെമിക്കൽ തൈറോയിഡ് ഹോർമോൺ ഉൽപാദനത്തിനെ കുറയ്ക്കാം. അപ്പൊ വേവിച്ച് കഴിയുമ്പോൾ അത് തീരും. സോ തൈറോയിഡിന്റെ ഫുഡ് എന്ന് പറയുമ്പോഴേക്കും there are some food which are good for thyroid. ഗുഡ് ഫോർ തൈറോയിഡ്. ഇപ്പോൾ സെലീനിയം കണ്ടന്റ് ഉള്ള ഫുഡ് ലൈക്ക് ബ്രസീൽ നട്ട്, അതിൽ സെലീനിയം കൂടുതലാണ്. അത് തൈറോയിഡ് ഓട്ടോഇമ്യൂണിറ്റി, തൈറോയിഡിന്റെ പ്രവർത്തനത്തിനെ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യും. അയൺ കണ്ടന്റ് ഉള്ള ഫുഡ്, ഇപ്പോൾ ചീര, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, മാംസാഹാരം ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ലോണം അയൺ കിട്ടും. അയൺ കണ്ടന്റ് നല്ലതാണെങ്കിൽ തൈറോയിഡിന്റെ പ്രവർത്തനം നല്ലതായിരിക്കും. അയോഡിൻ കണ്ടന്റ് നോർമൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കിട്ടണം. വിറ്റാമിൻ ഡിയുടെ അളവ്, സിങ്കിന്റെ അളവ്, അപ്പം ഈ വിധ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് ബാലൻസ്ഡ് ഡയറ്റ് കൂടെ നമുക്ക് കിട്ടും. ഇതെല്ലാം നല്ല രീതിക്ക് കിട്ടുവാണെങ്കിൽ തൈറോയിഡിന്റെ ഗ്ലാൻഡിന്റെ പ്രവർത്തനം കറക്റ്റ് ആയിരിക്കും. ജനറലി ക്യാബേജ്, കോളിഫ്ലവർ ഇത് കഴിക്കാണ്ട് നടക്കുന്നവർ എത്രയോ പേരുണ്ട്. എല്ലാവരും വന്ന് പറയും, സാറ് ഞാൻ ഇത് നിർത്തിയിട്ട് 2 വർഷമായി എന്നിട്ട് എന്റെ പ്രോബ്ലം മാറുന്നില്ല. പക്ഷെ ക്യാബേജ് കഴിക്കാത്തത് കൊണ്ട് അസുഖം മാറാൻ പോണില്ല. ബിക്കോസ് നമ്മൾ ഇവിടെ റോ ആയിട്ട് കഴിക്കുന്നത് വളരെ റെയറാണ്. എല്ലാവരും ക്യാബേജ് തോരൻ നല്ല വേവിച്ചാണ് കഴിക്കുക. രണ്ടാമത്തത് മിൽക്ക്, കപ്പക്കിഴങ്ങ്, ഗോതമ്പ്, ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവൻ അല്ല. ഇതെല്ലാം നമ്മൾ പറയുന്നത് ഇതിന് അലർജി ഉണ്ടെങ്കിൽ കഴിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. പിന്നെ ചിലർക്ക് ഗ്ലൂട്ടൻ അലർജിയാണ്. ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിൽ ആ ഫുഡ് ഒഴിവാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തൈറോയിഡിന് വേണ്ടി പ്രത്യേകതരം ഒരു ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ തൈറോയ്ഡ് പ്രവർത്തനം കറക്റ്റ് ആയിരിക്കും. സോ ജനറലി നമ്മൾ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ഷുഗറി ആയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ ജനറലി ബോഡിയിൽ ഇൻഫ്ലമേഷൻ വരും. ആ ഇൻഫ്ലമേഷൻ തൈറോയിഡിലും വരാം. സോ അതുകൊണ്ട് ഒരുപാട് ഷുഗറി ഫ്രൈഡ് ഐറ്റംസ്, അൺനാച്ചുറൽ ആയിട്ടുള്ള ഫുഡ്, അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചാൽ തൈറോയിഡിന് പ്രോബ്ലംസ് വരാം. സോ ട്രൈ ടു അവോയ്ഡ് ഇറ്റ്. നമ്മൾ ഏത് സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോഴാണ് ഡോക്ടർ ഒരു സർജറി റെക്കമെൻഡ് ചെയ്യുന്നത്? ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൈറോയിഡിൽ വരുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ഹോർമോൺ പ്രശ്നങ്ങളുണ്ട്, തൈറോയിഡിലെ മുഴകളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ തൈറോയിഡിൽ വരുന്ന എല്ലാ മുഴകളെയും സർജറി ചെയ്ത് മാറ്റണമെന്നില്ല. അപ്പോൾ തൈറോയിഡിൽ വരുന്ന 90% മുഴകളും കുഴപ്പക്കാരനല്ലാത്തതാണ്. മേ ബി 10 to 15% മുഴകൾ മാത്രമേ കുഴപ്പക്കാരനായി മാറുന്നത് മുഴ ആവുന്നുള്ളൂ. സോ ഇങ്ങനത്തെ മുഴകളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് അപ്പം നമ്മൾ സർജറിയിലേക്ക് എത്തുന്ന മുഴകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ ഇതിന് വലിപ്പം വച്ച് വരുവാണ്. രണ്ടാമത്തത്, ഇങ്ങനെ മുഴകൾ കഴുത്തിൽ പ്രഷർ സിംറ്റംസ് ഉണ്ടാക്കുകയാണ്, നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. എപ്പോഴും ആരോ എൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്ന ഫീലിംഗ് കൊടുത്തു തുടങ്ങി. വെച്ചാൽ എനിക്ക് കഴിക്കുമ്പോൾ തടസ്സം വരുന്നുണ്ട്, ഭക്ഷണം ഇറങ്ങുന്നില്ല ക്ലിയർ ആയിട്ട്, എപ്പോഴും ചുമയാണ്. നാലാമത്തത്, ഈ മുഴ വലിപ്പം കാരണം നെഞ്ചിന്റെ ഉള്ളിൽ ഇറങ്ങി പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിനെ റെട്രോസ്റ്റേണൽ ഗോയിറ്റർ എന്നാ പറയുക. ലാസ്റ്റ് വൺ, നമ്മൾ ഇതിൽ ക്യാൻസറസ് ചേഞ്ച് വന്നു. അപ്പോൾ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ FNSC എന്നൊരു ടെസ്റ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഇതിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സർജറി പേഷ്യൻറ്റിന് റെക്കമെൻഡ് ചെയ്യും. അല്ലാതെ വളരെ ചെറിയ മുഴയാണ്, അതിനെ നമ്മൾ എല്ലാ ടെസ്റ്റിനും വിധേയമാക്കി കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതിനെ ഒബ്സർവേഷനിലേക്ക് ഇടുക, അല്ലെങ്കിൽ സർജറി എന്ന് ഇത് പറയില്ല.
അറിയില്ല. പക്ഷേ നോർമലി നമ്മൾ സർജറി എന്ന് കേൾക്കുമ്പോൾ എസ്പെഷ്യലി തൈറോയ്ഡ് സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പേടി ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത 2 സെലിബ്രിറ്റീസ്, ഇപ്പോൾ ജ്വൽ മേരി ആവട്ടെ, ഡാൻസർ താര കല്യാൺ ആവട്ടെ, ഇവർക്കൊക്കെ വന്നൊരു മാറ്റം ഉണ്ടായിരുന്നു. വോയിസിന് പ്രശ്നം വരിക, ഫിസിക്കൽ ചേഞ്ചസിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരിക. അപ്പം ഈ കോംപ്ലിക്കേഷൻസ് കേൾക്കുമ്പോഴത്തേക്കും സർജറിയിലേക്ക് മുതിരുന്ന ഒരു റേറ്റ് കുറവായിരിക്കില്ലേ? പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ സർജറി ഒരു റീസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചുമ്മാ ആരും സർജറി ചെയ്യില്ല. ദർ ഈസ് എ നീഡ് ഫോർ ദ സർജറി ആണെങ്കിൽ മാത്രമേ സർജറി റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ആ നീഡ് ഉണ്ടെങ്കിൽ സർജറി ചെയ്യണം. അപ്പം ഈ സർജറി ചെയ്യുമ്പോഴേക്കും നമ്മളെ തൈറോയ്ഡ് കഴുത്തിലാണ് ഉള്ളത് കൊണ്ട് ദർ ഈസ് 2 മേജർ പ്രോബ്ലംസ് ആണ് നമ്മൾ റിസ്ക് ആയിട്ട് കാണുന്നത്. ഒന്ന്, ശബ്ദത്തിൻ്റെ ഞരമ്പ് തൈറോയിഡിൻ്റെ പുറകിൽ കൂടിയാണ് പോകുന്നത്. രണ്ടാമത്തത്, കാൽഷ്യം ബാലൻസ് ചെയ്യുന്ന പാരാതൈറോയ്ഡ് എന്നൊരു ഗ്രന്ഥി തൈറോയിഡിൻ്റെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ ഈ 2 ഓർഗനും, ആ ഞരമ്പിനും ആ കാൽഷ്യം ബാലൻസ് ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥിനും പരിക്കേൽക്കുകയോ അതിനെ അറിയാതെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ 2 പ്രോബ്ലമും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ സേഫ് സർജറി, ഇപ്പോഴത്തെ കാലത്ത് സർജറി സേഫായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർജൻസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഈ വോയിസ് ചേഞ്ചോ കാൽഷ്യം ബാലൻസിൻ്റെ പ്രോബ്ലം വരില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു സർജറിക്ക് വിധേയമാവുകയാണെങ്കിലും ഈ പ്രോബ്ലംസ് വരാനുള്ള റിസ്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് <1% ആണ് ഒരു എക്സ്പീരിയൻസ് സർജൻ്റെ അടുത്ത്. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ടീച്ചിങ് പറയുന്നത് ഒരു സേഫ് സർജൻ ക്യാൻ ഡു ദിസ് സർജറി വിത്ത് 99.9% സേഫ്റ്റിയാണ്. അപ്പം വെൻ എവർ യു ഡു സർജറി, സെലക്ട് യുവർ സർജൻ പ്രോപ്പർലി. ഇതിൽ ഈ സർജറി ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സർജനെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ റിസ്ക് ഫാക്ടർ നിങ്ങൾക്ക് 100%, ഓൾമോസ്റ്റ് 100% ഒഴിവാക്കാവുന്നതാണ്. ഈ അഡ്വാൻസ്ഡ് ഫോം ഓഫ് സർജറീസ് എന്തൊക്കെയായിരിക്കും? അഡ്വാൻസ്ഡ് ഫോം ഓഫ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എൻഡോസ്കോപ്പിക് സർജറി ഉണ്ട്, രണ്ടാമത്തത് റോബോട്ടിക് സർജറി ഉണ്ട്. തൈറോയിഡിൻ്റെ റിമൂവലിൻ്റെ വേറെ മെത്തേഡ്സ് ആണ്. ഇപ്പോൾ കൺവെൻഷനലി എല്ലാവരും ചെയ്യുന്നത് ഓപ്പൺ സർജറിയാണ്. അത് കഴുത്തിൻ്റെ മുൻവശത്തിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് കീറിയിട്ട് ചെയ്യാം. ഇതല്ലാതെ വേറെ 2 മെത്തേഡ് കൂടിയുണ്ട്. അത് എൻഡോസ്കോപ്പിക് മെത്തേഡിൽ കൂടി ചെയ്യാം, ഇല്ലെങ്കിൽ റോബോട്ടിക് മെത്തേഡിൽ കൂടി ചെയ്യാം. ഈ എൻഡോസ്കോപ്പിക് മെത്തേഡും റോബോട്ടിക് മെത്തേഡും നമ്മൾ ചെയ്യുന്നത് കഴുത്തിൽ കൂടി ചെയ്യില്ല. കഴുത്തിൽ നിന്ന് ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് കീ ഹോൾ പോലത്തെ ഹോൾസ് ഇട്ടിട്ട് അതിൽ കൂടി സ്കോപ്പ് ഇട്ടിട്ടാണ് ചെയ്യുക. അതിന് മെയിൻലി 2 സ്ഥലം കൂടി ചെയ്യാം. വായ്ക്കകത്ത് കൂടി ചുണ്ടിൻ്റെ മുൻവശത്ത് നിന്ന് ഹോൾസ് ഇട്ട് കഴുത്ത് വരെ റീച്ച് ആവുന്ന ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. രണ്ടാമത്തത്, കക്ഷത്ത് കൂടിയും നെഞ്ചിൻ്റെ മുൻവശത്തും ചെറിയ ഹോൾസ് ഇട്ടിട്ട് റോബോട്ടിക് ആം ഇട്ടിട്ട് കഴുത്ത് വരെ റീച്ചായി അവിടെ നിന്ന് നമ്മൾ റോബോട്ടിക് അസിസ്റ്റൻസ് കൂടി ചെയ്യാൻ പറ്റുന്നതാണ് ഈ മോഡേൺ സർജറീസ്. പക്ഷേ ഈ വിധ സർജറിക്ക് ഇൻഡിക്കേഷൻ ഉണ്ട്. ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും എന്നല്ല. ഒരു കാറ്റഗറി, ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. ആ സബ്സെറ്റ് എന്ന് വെച്ചാൽ ചെറിയ മുഴ, ക്യാൻസറസ് അല്ലാത്ത മുഴ, നെഞ്ചിൻ്റെ ഉള്ളിൽ നെഞ്ചിൻ്റെ ഉള്ളിൽ അല്ലാത്ത മുഴ, റെട്രോസ്റ്റാനൽ അല്ലാത്ത മുഴ, ഒരുപാട് ഇൻഫ്ലമേഷൻ ഒന്നും ഇല്ല, ഒരുപാട് ഒട്ടിപ്പിടുത്തം ഒന്നും ഇല്ലാത്ത മുഴക്കാണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് ഈ എൻഡോസ്കോപ്പിക്കലിയോ റോബോട്ടിക് സർജറി ചെയ്യാം. പക്ഷേ ഭയങ്കര വലിയ മുഴ, നെഞ്ചിൻ്റെ ഉള്ളിൽ ഇറങ്ങി കിടക്കുന്ന മുഴ, ക്യാൻസറസ് ആണ്, അതിൻ്റെ ഇൻഫിൽട്രേഷൻ ഒക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ പരമാവധി കൺവെൻഷണൽ സർജറി ചെയ്യുന്നതാണ് പേഷ്യൻറ്റിന് ബെസ്റ്റ് ഔട്ട്കം തരാൻ പോകുന്നത്. ഇത്രയും ഫങ്ഷനിങ്, ഒരു ഹോർമോണിന്റെ ബാലൻസ് ആണെങ്കിലും എനർജി സപ്ലൈ ചെയ്യുന്ന ഇത്രയും വലിയൊരു ഗ്ലാൻഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ പിന്നെ അത് നമ്മൾ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക? ഓക്കെ, സോ നമ്മൾ ഈ സർജറി ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഇൻഡിക്കേഷനാണ്. അപ്പോൾ സ്പെസിഫിക് ഇൻഡിക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ക്യാൻസറസ് ചേഞ്ചസിനാണ് നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് മുഴുവനും റിമൂവ് ചെയ്യുക. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് മുഴുവനും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തൈറോയ്ഡ് ഹോർമോൺ ഇല്ല. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. റീപ്ലേസ് ചെയ്യുന്നത് അപ്പം ഓപ്പറേഷൻ തൈറോയിഡിൻ്റെ ടോട്ടൽ തൈറോയിഡക്ടമി എന്നൊരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ലോങ് തൈറോയിഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഈ ഗുളിക ഒരു മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു ഗുളിക നമ്മൾ കഴിക്കണമെന്നാണ്. ഈ ഗുളിക കറക്റ്റ് ഡോസിൽ കറക്റ്റ് രീതിക്ക് കഴിക്കുന്ന ഒരാൾക്കാണെങ്കിലും സർജറി കഴിഞ്ഞ് ഒരു പ്രശ്നവും വരുന്നില്ല. ഇത് കറക്റ്റ് രീതിക്ക് സമയത്തിന് കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നു, വല്ലപ്പോഴും കഴിക്കുന്നു, കുറച്ച് ദിവസം കഴിക്കുന്നു, കഴിക്കാതെ ഇരിക്കുന്നു, ഡീഫോൾട്ടറാണ്. അപ്പം ഡോസേജ് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്ക് ഉറപ്പായിട്ടും ബോഡിയിൽ ചേഞ്ച് വരും. ഞാൻ പറഞ്ഞല്ലോ, ആ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ, ഹോർമോണിന്റെ കുറവ്, ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. അപ്പം ശരീരഭാരം കൂടും, ലേസിനെസ് വരും, മുടി കൊഴിച്ചൽ വരും. അപ്പം ഗുളിക കറക്റ്റായിട്ട് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരില്ല. ഇപ്പൊ ഈ സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, മെഡിക്കേഷൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കുന്നുണ്ട്, അതിനോടൊപ്പം കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. സോ ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞ് പ്രോപ്പർ മെഡിക്കേഷൻ ചെയ്യുന്ന ആൾക്ക് ആസ് ഫർ എനി ഡിസീസ്, ഏതൊരു അസുഖത്തിനും
നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന പോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ബാലൻസ്ഡ് ഡയറ്റ്, ഗുഡ് വാട്ടർ, ഗുഡ് ഫുഡ്, ഗുഡ് സ്ലീപ്പ്, ഇത് ചെയ്യണമെന്ന് മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഗുളിക കറക്റ്റായിട്ട് കഴിക്കുന്നതോടുകൂടി ബാലൻസ്ഡ് ഡയറ്റ്, ഗുഡ് എക്സസൈസ്, ഗുഡ് സ്ലീപ്പ്, ഗുഡ് വാട്ടർ ആണ് ഈ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞ ഈ ചെറിയൊരു ബട്ടർഫ്ലൈ പോലെ ചെറിയൊരു ഗ്ലാൻഡ് ആണ്, പക്ഷെ അത് ബോഡിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുമോ? ഗ്ലാൻഡിന്റെ വലിപ്പം അനുസരിച്ചിട്ടില്ല അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ പിറ്റ്യൂട്ടറി എന്നൊരു ഗ്ലാൻഡ് മില്ലിമീറ്റർ സൈസാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ മാസ്റ്റർ ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗൻ പിറ്റ്യൂട്ടറി മില്ലിമീറ്റർ കണക്കിനാണ്. തൈറോയ്ഡ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ വലിപ്പമുണ്ട്, ഒരു 2 to 3 സെൻറ്റിമീറ്റർ എങ്കിലും അതിന് സൈസ് ഉണ്ട്. അപ്പം ഇത് ചെയ്യുന്ന വർക്കാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അതിൻ്റെ സൈസ് അല്ല. അപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ, തൈറോയിഡിൻ്റെ ഹോർമോൺ T3 T4 എന്നൊരു ഹോർമോൺ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ശരീരത്തിൻ്റെ ഓരോ സെൽസിനും, ശരീരത്തിൽ എത്ര സെൽസ് ഉണ്ടാവും നമുക്ക് കണക്കില്ല, ഓരോ സെൽസിൻ്റെയും പ്രവർത്തനത്തിന് ആവശ്യമുള്ളതാണ്. സോ അത് ഏത് ഓർഗൻ്റെ സെല്ലാണ്, അപ്പം ലിവറിൻ്റെ സെല്ല് കൊണ്ടാണ് ലിവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ലിവറിൻ്റെ സെൽസിൻ്റെ പ്രവർത്തനത്തിന്, കിഡ്നിയുടെ സെൽസിൻ്റെ പ്രവർത്തനത്തിന്, കണ്ണിൻ്റെ സെൽസിൻ്റെ പ്രവർത്തനത്തിന്, ഹാർട്ടിൻ്റെ, ബ്രെയിനിൻ്റെ, അപ്പോൾ ഓരോ സെൽസ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഹോർമോൺ അവിടെ ചെല്ലണം. അപ്പം അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ആ ഹോർമോൺ അവിടെ ചെന്നില്ലെങ്കിൽ ഈ ഓർഗൻ എല്ലാം പണി മുടക്കും. അപ്പം പണി മുടക്കുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളും ബോഡിയിൽ വരുന്നത്. അതിൻ്റെ തുടക്കം, ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വെയിറ്റ് ഗെയിൻ വരിക, ക്ഷീണം വരിക, ടയർഡ്നെസ് വരിക, ഉറക്കം വരിക, മുടി കൊഴിയുക, സ്കിൻ ഡ്രൈ ആവുക, ഇങ്ങനെ തുടങ്ങി വരും. ഇപ്പൊ ഈ തൈറോയിഡിന്റെ അളവ് കൂടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക? അത് കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം? അപ്പോൾ തൈറോയ്ഡ് ഹോർമോണിന്റെ കൂടുതൽ എന്ന് വെച്ചാൽ ഹൈപ്പർ തൈറോയിഡിസം, ഹോർമോൺ അളവിൻ്റെ ഇൻക്രീസ്, എക്സസ്, അതിനെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിലും അതിൻ്റെ ആൻസൈറ്റി, ശരീരം എപ്പോഴും ആൻഷ്യസ് ആയിരിക്കും, നമുക്ക് എപ്പോഴും നെഞ്ചിടിപ്പ് കൂടുതലായിരിക്കും, കൈക്ക് വിറയലുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമുക്ക് ശരീരഭാരം, നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരഭാരം കൂടില്ല. നമുക്ക് ചെറിയ ഒരു ചൂടുണ്ടെങ്കിലും നമുക്ക് ആ ഹീറ്റിനെ ടോളറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. സോ ഇതാണ് നമ്മൾ ജനറലി പറയുന്നത്. നമ്മൾ ആൻസൈറ്റി ഉണ്ടാവും, ഹാർട്ടിൻ്റെ പ്രവർത്തനം ഭയങ്കരമായിട്ട്, നെഞ്ചിടിപ്പ് കൂടും, കൈക്ക് ട്രെമർ വരും, ശരീരഭാരം കുറഞ്ഞുകൊണ്ടിരിക്കും. എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരഭാരം കൂടില്ല. ലേഡീസ് ആണെങ്കിൽ മെൻസ്ട്രുവൽ ഡിസ്റ്റർബൻസസ് കൂടി ഇതിൻ്റെ കൂടെ വരും. കുറവാണെങ്കിൽ അതിനെ, ഹോർമോണിൻ്റെ കുറവിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുക. അതാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ലേസിനെസ് ആണ്. രാവിലെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കവും ക്ഷീണവും ഒരു എനർജി ഇല്ലായ്മയാണ് വരിക. അതിൻ്റെ കൂടെ ശരീരഭാരം പതുക്കെ കൂടി 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 വരിക ചെയ്യുക. സ്കിൻ ഡ്രൈ ആവുക, മുടി കൊഴിയുക. അതോടുകൂടി ഇപ്പം ഗട്ടിൻ്റെ, നമ്മുടെ ആമാശയവും കുടലും ഒക്കെ പ്രവർത്തനം കുറയുന്നതുകൊണ്ട് വയറ്റിൽ നിന്ന് പോകുന്നത് കുറഞ്ഞ് കുറഞ്ഞ് കോൺസ്റ്റിപ്പേഷൻ വരിക. കാലക്രമേണ ഹാർട്ടിൻ്റെ പ്രവർത്തനവും ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ഷൻ എല്ലാം നല്ല സ്ലോ ആയിട്ട് വന്ന് ഇത് എക്സ്ട്രീം ഓഫ് സ്റ്റേജിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം ഇല്ലാത്തത് കാരണം ഒരു കോമ സ്റ്റേജ് വരെ പോകാവുന്നതാണ്.